ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റെയിനി വോയ്സ്. ഇറ്റ്സ് മീ റാണി. അപ്പോൾ എന്നെ അറിയുന്ന ആൾക്കാർക്കറിയാം, ഞാൻ ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യുന്ന ഒരു ആറിനാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ രജിസ്ട്രേഷൻ എടുത്ത് അതിനുശേഷം UK പോയി അവിടെ ഒരു 2.5 ഇയേഴ്സ് ഞാൻ വർക്ക് ചെയ്തു. അപ്പോഴാണ് പതുക്കെ ഓസ്ട്രേലിയയിലേക്ക് ട്രൈ ചെയ്താലോ എന്നൊരു ചിന്ത വന്നത്. ആ സമയത്ത് നിലവിലുണ്ടായിരുന്ന പാത്വേ ആയിരുന്നു TTMR പാത്വേ. അപ്പോൾ ഞാൻ എൻ്റെ NMC രജിസ്ട്രേഷൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് ന്യൂസിലൻഡ് രജിസ്ട്രേഷനായി കൺവേർട്ട് ചെയ്തു. അതിനുശേഷം അപ്ര രജിസ്ട്രേഷനിലേക്ക് അത് കൺവേർട്ട് ചെയ്ത് ഞാൻ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുമായിരുന്നു. ആ സമയത്ത് പല അപ്ഡേഷൻസും ഈ രജിസ്ട്രേഷൻ്റെ പാത്വേയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആദ്യം അവർ ആഡ് ഓൺ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ലേണിംഗ് നമ്മൾ ചെയ്യണമായിരുന്നു കൾച്ചർ ആൻഡ് ഡൈവേഴ്സിറ്റീനെ പറ്റിയിട്ട്. ആ ഒരു ലേണിങ്ങിന് ശേഷം അവർ അടുത്ത ഒരു അപ്ഡേഷൻ കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ന്യൂസിലൻഡിൽ പോയൊരു 3 ഡേയ്സ് സ്റ്റേ ചെയ്ത് ഒരു 2 ഡേയ്സ് ക്ലാസ് ഒക്കെ കൂടി ഒരു 3 അവർ നീണ്ടു നിൽക്കുന്ന ഒരു ഓസ്കി എഴുതണം എന്നൊരു കാര്യമായിരുന്നു. അത് കേട്ടപ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കരമായിട്ടൊരു സ്ട്രെസ്സായിരുന്നു. അവിടെ പോയി സ്റ്റേ ചെയ്ത് അത്ര കാശൊക്കെ മുടക്കി ആ ഒരു ഓസ്കി എഴുതുമ്പോൾ എന്താവും എന്നുള്ളത്. അതിനുശേഷം ആ ഒരു അപ്ഡേഷൻ നമുക്ക് UK, അയർലൻഡ് പോലത്തെ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്ക് അധികം ബാധിക്കില്ല എന്ന് വേറൊരു അപ്ഡേഷൻ വന്നായിരുന്നു. അപ്പം ഇങ്ങനെ പല പല അപ്ഡേഷൻസ് ഒക്കെ വന്നതിന് ശേഷം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷനിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് പറയാനാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ വന്നേക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അത് ഇതുവരെ വന്നിട്ടില്ല. 2025 ഏപ്രിലിന് ശേഷം അപ്ലൈ ചെയ്യുന്നവർക്ക് ആപ്ലിക്കബിൾ ആകാൻ പോകുന്ന ഒരു അപ്ഡേഷനെ പറ്റിയിട്ടാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. UK, അയർലൻഡ്, സിംഗപ്പൂർ, സ്പെയിൻ, അതുപോലെ തന്നെ നമ്മുടെ കാനഡയിലെ പ്രൊവിൻസുകളായ ബ്രിട്ടീഷ് കൊളംബിയ, ഒണ്ടാരിയോ, ഇത്ര രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന നേഴ്സുമാർക്ക് 2017 ശേഷം 1800 ആറിനായിട്ടുള്ള വർക്കിംഗ് അവേഴ്സ് അവിടെ ഉണ്ടെങ്കിൽ ഞാനൊക്കെ ചെയ്തതുപോലെ പോലും ചെയ്യാണ്ട് ന്യൂസിലൻഡ് രജിസ്ട്രേഷനിലേക്ക് കൺവേർട്ട് ചെയ്യാണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് അവരൊരു രജിസ്ട്രേഷൻ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷനായി കൺവേർട്ട് ചെയ്ത് ഓസ്ട്രേലിയയിലേക്ക് പറഞ്ഞുകൂടെ വർക്ക് ചെയ്യാന്നുള്ളതാണ് വരാൻ പോകുന്ന അപ്ഡേഷൻ. സ്റ്റിൽ നമ്മുടെ ലാംഗ്വേജിൻ്റെ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ സ്റ്റിൽ അതുപോലെ തന്നെ സെയിം ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് എന്താണെങ്കിലും നമ്മൾ എടുക്കേണ്ടതുണ്ട്. പക്ഷേ UK, അയർലൻഡ് ഒക്കെ വർക്ക് ചെയ്യുന്ന നേഴ്സുമാർക്കറിയാം അവരുടെ ഫസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് തന്നെയാണ്. അതപ്പോൾ അത്ര ഹാർഡായിട്ടുള്ള കാര്യമായിരിക്കില്ല. അപ്പോൾ മെയിൻലി പറയുന്നത് ഈ ഒരു ക്രൈറ്റീരിയ ആണ്. ആ ഒരു 1800 അവേഴ്സ് 2017 ശേഷം അവിടെ വർക്ക് ചെയ്ത് മീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത്ര രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. എൻ്റെയൊക്കെ ഒരുപാട് ഫ്രണ്ട്സുകൾ UK സ്റ്റിൽ ഓസ്ട്രേലിയയിലേക്ക് പോരാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട്. അപ്പോഴാണ് TTMR പാത്വേ ക്രോസ് ആയി എന്നൊക്കെ കേട്ട് ഭയങ്കര സങ്കടത്തിലൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതിനേലും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഇപ്പോൾ ഈ ഓപ്പൺ ആകാൻ പോകുന്നത്. അപ്പോൾ ഈ ഓസ്ട്രേലിയൻ നേഴ്സിംഗ് ഇൻഡസ്ട്രിയിലുള്ള ആ ഒരു നഴ്സസിൻ്റെ ക്രൈസിസും അതുപോലെ തന്നെ ഏജ്ഡ് കെയർ നേഴ്സിംഗ് ഇൻഡസ്ട്രിയിലെ ക്രൈസിസൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനൊരു അപ്ഡേഷൻ വരാൻ പോകുന്നതെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ലോങ് ടൈമിലേക്കുള്ള കാര്യമായിരിക്കാൻ ചാൻസ് ഏതായാലും കുറവാണ്. അപ്പോൾ എൻ്റെ നേഴ്സും ഫ്രണ്ട്സൊക്കെ ഇങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്വന്തമായിട്ട് ചെയ്യാനിരിക്കുന്നവരാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലൊക്കെ വരുന്ന കറക്റ്റായിട്ടുള്ള അപ്ഡേഷൻസ് നോക്കിക്കൊണ്ടേ ഇരിക്കുക. അല്ലാത്തവരാണെങ്കിൽ ഏജൻസിനെയൊക്കെ ഇപ്പോഴേ സമീപിച്ച് വയ്ക്കുക. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആ ഒരു പേപ്പേഴ്സൊക്കെ റെഡി ആയിട്ട് വെക്കേണ്ടതെന്നുള്ളത് അറിഞ്ഞിരിക്കുവാണെങ്കിൽ നമുക്കതെല്ലാം ഒന്ന് കൂട്ടി ഒട്ടിക്ക് വെച്ചിട്ടിരിക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് അപ്ലൈ ചെയ്യാം. കാരണം നമുക്കറിയാം ഇവിടെ ഓസ്ട്രേലിയ ഒരു വലിയ രാജ്യമാണ്. അപ്പം ഒരുപാട് റൂറലായിട്ടുള്ള പ്ലേസസിലൊക്കെയാണ് മിക്കവാറും ഒരുപാട് വേക്കൻസീസ് ഔട്ടാകാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നമ്മൾ നോക്കിയിരുന്നില്ലെങ്കിൽ നമുക്കൊരു ഒത്തിരി റൂറലിലേക്കൊന്നും പോകാണ്ട് നല്ല നമ്മുടെ ഒരു ചോയ്സ് അനുസരിച്ചിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റീസ് കുറവായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഒരു ഓൾ ദ ബെസ്റ്റ് പറയാണ്. അപ്പോൾ വരുന്ന അപ്ഡേഷൻസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിന് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രീം ലൈൻ പാത്വേ എന്നാണ്. ഭയങ്കര ഈസിയാണ് ഇത് കേട്ടിട്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പം വരാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്നുണ്ടാവും. അവർക്ക് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളൊരു ന്യൂസായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അവരുടെ ഇഷ്ടമൊക്കെ അനുസരിച്ചിട്ട് ഇഷ്ടമുള്ള കൺട്രിയിലൊക്കെ പോയി വർക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഏപ്രിലേക്ക് അപ്പോൾ ഇനി ഒരു ഫ്യൂ മോർ മന്ത്സും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ വന്നുകൊണ്ടിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ. ഇതിനെപ്പറ്റി ഏതെങ്കിലുമൊക്കെ കൂടുതൽ അപ്ഡേഷൻസ് ഒക്കെ കിട്ടുവാണെങ്കിൽ ഞാൻ അതിൻ്റെ പുതിയ വീഡിയോസ് ചെയ്യുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ കമൻറ്റിൽ ഇടുക. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാനതിൽ പറഞ്ഞു തരുന്നതാണ്. പല ആൾക്കാരും ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എങ്ങനെയാണ് ഓസ്ട്രേലിയൻ ലൈഫ് എങ്ങനെയുണ്ട് കമ്പയർ ടു UK എങ്ങനെയാണ് ഇവിടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഇന്ത്യൻ നേഴ്സിംഗ് എക്സ്പീരിയൻസും UK നേഴ്സിംഗ് എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഇപ്പം 9 മന്ത്സിലെ എൻ്റെ ഓസ്ട്രേലിയൻ നേഴ്സിംഗ് എക്സ്പീരിയൻസും കമ്പയർ ചെയ്തുകൊണ്ട് ഡെഫിനറ്റ്ലി ഒരു വീഡിയോ ചെയ്യുന്നതാണ്. കാരണം ഒരുപാട് ആൾക്കാർ ചോദിച്ചൊരു കാര്യമാണ്. അത് ചെയ്താൽ വർത്തായിരിക്കും എന്ന് എനിക്കും തോന്നി. കാരണം എല്ലാം ഒന്നിനൊന്ന് വ്യത്യാസമാണ്. അപ്പോൾ നിങ്ങളേതായാലും വലിയൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ ഞാനൊക്കെ ജസ്റ്റ് ചിന്തിച്ച് അറിയാവുന്ന കുറച്ച് പേരുടെ ആൾക്കാരോട് ചോദിച്ച് ഓടിപ്പോകുന്ന കൂട്ടത്തിലാണ്.
അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഇത്ര നാളായപ്പോഴാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എന്താണ്, ഡ്രോബാക്സ് എന്താണ്, എല്ലാ കാര്യങ്ങൾക്കും പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്, അത് ശരിക്കും ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ബൈ ബൈ.